അതെ അതെ പൊക്കിക്കോ. കപ്പ പറിക്കാനിറങ്ങി. കപ്പ വാട്ടെന്ന് പറയും. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കപ്പ വാട്ടൊരു ഉത്സവമാണ് പണ്ട് മുതലേ. ഈ ഉത്സവം ഉണ്ടാവുന്നത് ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെയൊക്കെ കാരണവന്മാർക്കൊക്കെ ജീവിക്കണേ കപ്പ വേണമായിരുന്നു. സ്വന്തം പറമ്പിൽ മാത്രമല്ല, അത്യാവശ്യം കാശുള്ളവൻ വെറുതെ ഇട്ടിരിക്കുന്ന പറമ്പിലും പാട്ടത്തിനെടുത്തുകൊണ്ട് കപ്പ വെക്കുക. മരിച്ചീനി നമ്മൾ വാസത്തിൽ കടയിൽ നിന്ന് മേടിക്കുന്നു, പുഴുങ്ങി തിന്നു. നമുക്കറിയാവുന്നു, ഒന്നെങ്കിൽ ചെണ്ടപുറയും പുഴുങ്ങും, അല്ലെങ്കിൽ അരിഞ്ഞു വയ്ക്കും, അല്ലെങ്കിൽ കൊത്തി വയ്ക്കും. പക്ഷേ ഇതല്ല. ഞങ്ങൾ മലയോര കർഷകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പച്ചക്കപ്പ പുഴുങ്ങിയോ അല്ലെങ്കിൽ കൊത്തി വേവിച്ചോ കഴിക്കുന്നതിനേക്കാൾ, ചെണ്ടമുറി എന്ന് പറയും ഈ കഷ്ണം ചെയ്തിട്ട് വേവിച്ചെടുക്കുന്നത്, മറ്റേതാണ് കൊത്തി വേവിക്കുക എന്ന് പറയും. അതിനേക്കാൾ ഞങ്ങൾ ആശ്രയിക്കുന്നത് ഉണക്കക്കപ്പ അല്ലെ വാട്ടുകപ്പ എന്ന് പറയും. അതായത് ഈ ഒരു സീസണിലാണ് ഈ പച്ചക്കപ്പ കിട്ടുന്നത്. ഈ സീസണിൽ ഞങ്ങൾ പച്ചക്കപ്പ കഴിക്കും, ബാക്കി കപ്പ അവിടെ നിൽക്കും. എന്നിട്ട് ആ കപ്പ മുഴുവൻ ഇങ്ങനെ ഒരു ഉത്സവം പോലെ എല്ലാവരും ചേർന്ന് ഈ തണ്ട് വെട്ടി, അതിന് വലിയ പ്രോസസ്സ്. ആദ്യം വന്ന് തണ്ട് വെട്ടി മാറ്റുക. പിന്നെ ഇപ്പം മഴക്കാലം മാറിയില്ല, വേനൽക്കാലമാണല്ലോ. സത്യത്തിൽ ഇപ്പം വൈകി ഒരു ജനുവരി ഡിസംബറിലൊക്കെയാണ് കപ്പ വാട്ടേണ്ടത്. ഇതിപ്പോൾ ഫെബ്രുവരി ആയി. കാരണം മഴ കാലാവസ്ഥ വ്യത്യസ്തമായ കാരണം പലപ്പോഴും മഴക്കാറുള്ളതുകൊണ്ടാണ് മാറിപ്പോയത്. ഇനിയിപ്പോൾ പെയ്യാൻ പറ്റത്തില്ല, കുംഭമായി. കുംഭമാകുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് കപ്പ ഇടേണ്ട സമയമായി. മഴ പെയ്യണം, കാല ഒരുക്കിയിടണം. അതുകൊണ്ട് കപ്പത്തണ്ട് വെട്ടുക. അതിനുശേഷം തൂമ്പ കൊണ്ട് മണ്ണുകൾ നമ്മൾ മാന്തുക. അതിനുശേഷം ഇത് പൊങ്ങിപ്പോരാത്തത് കൊണ്ട് കമ്പിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് അത് കണക്ട് ചെയ്തിട്ട് പൊക്കുക. അപ്പോൾ ഒടിഞ്ഞു പോകുന്ന കപ്പ പിന്നെ മാന്തിയെടുക്കുക. ഇതാണ് പ്രോസസ്സ്, ആദ്യത്തെ പ്രോസസ്സ്. അങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം ഇതെല്ലാം ചുമന്നുറത്ത് കൊണ്ടിട്ടിട്ട് അത് പൊളിക്കണം. അതാണ് രണ്ടാമത്തെ പ്രോസസ്സ്. പിന്നീട് അത് കുത്തണം. അതിനുശേഷം ഇത് വാട്ടണം. ഇത് വൈകുന്നേരം രാത്രി ഒരു 12 മണി വരെ നീണ്ടു നിൽക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഈ പറമ്പിൽ കുറേ ഒരു 3-4-5 ചെമ്പ് കപ്പ കിട്ടും. ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, എൻ്റെ നാട്ടിൽ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഇതൊക്കെ ഞങ്ങളിതിനെ ഒരു ആഘോഷമാണ്, ഇതിനൊരു കൂലിപ്പണിയായിട്ടല്ല കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ നഷ്ടമാണ്. നമ്മളിതിപ്പം 2 പേരെ പണിക്ക് 2-3 പേരെ പണിക്ക് നിർത്തി ഇത് പറിച്ച് വാട്ടിയെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ അല്ലെങ്കിൽ നഷ്ടമോ ലാഭമോ എന്നുള്ള ഇതൊരു ആഘോഷമാണ്. അപ്പോൾ നാട്ടിൽ നമ്മൾ സുഹൃത്തുക്കൾ വരും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാത്രി അവരെത്തി, വെള്ളിയാഴ്ച രാത്രി എത്തി. ശനിയാഴ്ച മുഴുവൻ ഇതിൻ്റെ പണിയാണ്. ശനിയാഴ്ച പാതിരാത്രിയാവും, ഞായറാഴ്ച അവർ പോകത്തുള്ളൂ. അപ്പോൾ ഒരു രസം, വർത്തമാനമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ഒരുമിച്ച് കൂടി ഞങ്ങളെല്ലാവരും കൂടി ആഘോഷിച്ച് മുമ്പോട്ട് പോവുകയാണ്. ആ ഒരു ആഘോഷമാണ്, വാസ്തവത്തിലൊരു ഉത്സവമാണ്. അതൊരു വാർഷികോത്സവം. ഇപ്പം ഞാൻ ഈ തിരുവനന്തപുരത്ത് കപ്പ ഇടാൻ തുടങ്ങിയതിന് ശേഷം നാട്ടിൽ നിന്ന് എൻ്റെ സുഹൃത്തുക്കൾ വരും. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇതൊരു ആഘോഷമാക്കി നിർത്തും. ആഘോഷം തുടങ്ങി രാവിലെ വെളുപ്പാങ്കാലത്ത് കപ്പ പറിക്കാൻ തുടങ്ങിയ കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. കപ്പ പറിക്ക് ശേഷം കപ്പ ചുമക്കുന്നതും പൊളിക്കുന്നതും കാണാം. പതിയല്ലേ, പതിയെ 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 ഇങ്ങോട്ട് വന്ന് പിടിക്കാം. അങ്ങനെ പിടിച്ചിട്ടല്ലേ പൊക്കണം. ആ പോട്ടെ, ഒടിയുമല്ലേ. ഒടി 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 അവിടെ മാതറ മാതറ അതെ അതെ. ഇല്ല ഇല്ല, ഒന്ന് അവിടെ ഉണ്ടേ, ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അറ്റമുണ്ട്. ആ വേറൊന്നും പോയില്ല, ഒരെണ്ണം അങ്ങോട്ട് പോയതേ ഉള്ളൂ. എത്ര? 1, 2, 3. നമുക്ക് ഇനിയും പച്ചക്കപ്പ തിന്നാൻ കൊതി വരുമ്പോൾ കഴിക്കാൻ വേണ്ടി 5 എണ്ണം നിർത്തിയേക്കുക, ബാക്കിയെല്ലാം പറിക്കുക. കപ്പ ആദ്യം പറിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ, അതായത് നമ്മൾ ആദ്യം കപ്പ പറിക്കാൻ തുടങ്ങുമല്ലോ, പച്ചയ്ക്ക് കപ്പ തിന്നാൻ തുടങ്ങുമ്പോൾ തന്നെ നല്ല കപ്പത്തണ്ട് നമ്മൾ എവിടെയെങ്കിലും എടുത്ത് വെക്കും. പ്രത്യേകിച്ച് ഈ കപ്പവാട്ടിൻ്റെ ഭാഗമായിട്ട് പറിക്കുമ്പോൾ, ഇതിപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന കപ്പത്തണ്ടുകളാണ്. ഈ കപ്പത്തണ്ടുകൾ നമുക്കിപ്പം
പലതരത്തിലുണ്ട്. ഇപ്പോൾ ഒരു വലിയ ഒരു ആവറേജ് കപ്പത്തണ്ടാണിത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അടി പൊക്കം മതി. അതായത് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഒരു 12 മൂട് കപ്പയ്ക്കുള്ളതാണ് ഒരു കമ്പ് കിട്ടും. സത്യം പറഞ്ഞാൽ ഇത്തരം കമ്പൊന്നും ആവശ്യമില്ല. ഈ കമ്പ് ഇവിടെ നാട്ടി ഇത് ഉണങ്ങിപ്പോകത്തില്ല. ഇതിങ്ങനെ നാട്ടി വെക്കുന്നതിൻ്റെ പ്രത്യേകത വെയിലത്തിടത്തില്ല. ഏതെങ്കിലും മരത്തിൻ്റെയോ തെങ്ങിൻ്റെയോ ചോട്ടി നമ്മളിപ്പോൾ ഈ മരത്തിൻ്റെ ചോട്ടി മാന്തി വെച്ചിട്ട് ഇത് നമ്മളൊരു നട്ടൊരു ഫ്രൂട്ട്സാണ് നാട്ടി വെച്ചിട്ട് ഇത് ഇവിടെ ഉണങ്ങാതിരുന്നോളും. അല്പം അതിൻ്റെ ഒരു ശകലം മങ്ങലേക്ക്, പക്ഷേ അത് ഉണങ്ങിപ്പോകത്തില്ല. അത്ര കാലം വെള്ളം ഇരുന്നോളും. അറ്റം മണ്ണിൻ്റെ അത് ഒരു കുഴപ്പമുണ്ട്. കപ്പത്തണ്ട് ഉണങ്ങിപ്പോകത്തില്ല. അത് പലരും കരുതുന്ന ഒരു കപ്പത്തണ്ട് ഉണങ്ങിപ്പോകത്തില്ല. അതിൻ്റെ രീതി അത് കറയുള്ളതുകൊണ്ട്. എന്നിട്ട് ഇത് അടുത്ത ഘട്ടമായിട്ട് നമ്മളിപ്പോൾ ഇനി കാലെല്ലാം ഒരുക്കി കഴിഞ്ഞിട്ട് കപ്പത്തറ എടുക്കും. നമ്മൾ കപ്പത്തറ എല്ലാം റെഡിയാക്കിയിടും. കുമ്പത്തിൽ നടേണ്ടതാണ്. കുമ്പത്തിൽ മഴ പെയ്യും എന്നുള്ള പ്രതീക്ഷ, ഒരു മഴയെങ്കിലും പെയ്യാം. മഴ പെയ്ത് അപ്പം തന്നെ ഇടും. പിന്നെ മഴ പെയ്തിലും കുഴപ്പമില്ല, മീനെ ഇങ്ങനെ പമ്മിക്കിടക്കും. മേടം കഴിഞ്ഞ് പിന്നെ പതിയെ മഴ കയറുമ്പോൾ കയറിക്കോളും. അപ്പോൾ ഈ നടാൻ വേണ്ടി എടുത്ത് വെക്കുന്നതാണ് ഈ കപ്പത്തണ്ട്. ഇത് ഇങ്ങനെ പലയിടത്തായിട്ട് സൂക്ഷിച്ചിട്ട് വളരെ ഭദ്രമായിട്ട് ഞങ്ങൾ കാട് ഇത് കയറാതെ വെയിലൊന്നും കൊള്ളാതെ വെക്കും. എങ്കിൽ പോലും ഇത്തിരി വെയിലടിച്ചാലും തുടങ്ങി പോകത്തില്ല. രണ്ട് തരം കപ്പയാണ് നമുക്കുള്ളത്. താഴെ നമ്മൾ ഇതുവരെ പറിച്ചത് നല്ല പച്ചക്കപ്പയ്ക്ക് തിന്നാൻ നല്ല കപ്പ. ഇത് പച്ചക്കപ്പ കുഴപ്പമില്ല, കയ്പൊന്നുമില്ല. എങ്കിലും പച്ചക്കപ്പയ്ക്ക് പറ്റിയ കപ്പയില്ല. ഇത് കിൻഡൽ കപ്പയെന്ന് പറയും. അതായത് ഒരുപാട് വിളയുന്ന കപ്പയാണ്. പക്ഷേ ഞങ്ങൾ ഇത്തവണ ഈ കിൻഡൽ കപ്പ പരീക്ഷിച്ചത് ഇതിനു മുമ്പ് കൃഷി ചെയ്തിട്ടില്ലാത്തൊരു സ്ഥലത്ത്. അതായത് വെറുതെ തരിശായിട്ട് കിടന്ന് കാടും എല്ലാം കിടന്നൊരു സ്ഥലമാണ്. ഒരു കാടല്ല, മണലായിരുന്ന സ്ഥലമായിരുന്നു. അതുകൊണ്ട് അത്ര പോരാ. അടുത്ത തവണ ഇത് നല്ല സ്ഥലമാകും. അതുകൊണ്ടാണ് ഇത് ചെറുതാണെങ്കിലും ഞങ്ങൾ ഇതിൻ്റെ ഈ കമ്പെടുത്ത് വെക്കുന്നത്. പലതരം ചെടികൾ നമ്മളിതിനകത്ത് നട്ട് വളർത്തുന്നുണ്ട്. എൻ്റെ ഇടയിൽ നേരത്തെ കപ്പ മാത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കണ്ട് റംബൂട്ടാൻ നിൽക്കുന്നു. റംബൂട്ടാൻ എൻ്റെ ഇടയിൽ ഇത് പണ്ട് ഉണ്ടായിരുന്ന എന്തോ ലൗലോലിക്ക. അതൊക്കെ നമ്മളിതിൽ ഗൗനവും കൊടുക്കുന്നില്ല. റംബൂട്ടാൻ തടസ്സമായി ലൗലോലിക്കാൻ കളയും. അങ്ങനെയുള്ളൂ. പല സാധനങ്ങളുണ്ട്. ഇതിനകത്ത് പിടിക്കാത്തത് തെങ്ങാണ്. അത് ഞാൻ കാണിക്കാം. ഇത് മുള്ളാത്ത എന്ന് പറയും. മുള്ളാത്ത പൂത്ത് വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, നമുക്ക് ചെറുതൊക്കെ കായ്ച്ച് നിൽപ്പുണ്ട്. ഇതുണ്ട്, ഒരു ചെറിയ കാ നിൽപ്പുണ്ട് മുള്ളാത്ത. ഇതെല്ലാം പൂത്ത് വരുന്നുണ്ട് മുള്ളാത്ത. ഇതെന്തോ ക്യാൻസറിന് നല്ലതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ വലിയ ടേസ്റ്റ് ഒന്നുമില്ല ഇതിൻ്റെ രുചി. ഇതിപ്പം കായായി വരുന്നുള്ളൂ. ഇത് വേണ്ടത് ഇത് പഴുക്കും. അബി എന്ന് പറഞ്ഞ ചെടിയാണ്, മലേഷ്യൻ ചെടി. ഇത് പഴുത്ത് മഞ്ഞ നിറമുള്ള ഒരു ഫ്രൂട്ടായി മാറും. ഇതേ പിടിച്ചിരിക്കുന്ന സാധനമാണ്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ 2-2.5 വർഷമായിട്ടുള്ളൂ ഈ ചെടികൾ കായ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഒന്നാം ഘട്ട പണി, അതായത് കപ്പ തണ്ട് വെട്ടിക്കഴിയുന്ന പരിപാടി കഴിഞ്ഞു. അതേസമയം കപ്പ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടും ഒരുമിച്ച് നടന്നുകൊണ്ടിരുന്ന പരിപാടിയാണ്. ഇതിനിപ്പുറത്തേക്ക് ഇത് റോബസ്റ്റ വാഴയാണിത്. ഇത്തവണ വെച്ചിരിക്കുന്നതാണ്. വേനലാണ്. ഇവിടെ മുഴുവൻ വാഴ വെച്ചിട്ടുണ്ട്. 10-100 വാഴ വെച്ചിട്ടുണ്ട്. റോബസ്റ്റയും പാളയന്തോടനും. പാളയന്തോടൻ ആരും വെക്കാറില്ല, വില കുറവ്. പക്ഷേ എനിക്ക് പാളയന്തോടൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വെക്കുന്ന രസകദളി എന്ന് പറയുന്ന 4 പവനാണ്. പക്ഷേ എനിക്കതിൻ്റെ ടേസ്റ്റില്ല. ഞാനത് ഓർത്ത് ഇതെന്താണ് നല്ല രുചിയുള്ള പാളയന്തോടൻ, നല്ല റേറ്റ് കുറവ്. രസകദളി എന്ന് പറഞ്ഞാൽ 4 പവന് ഒരു രുചിയില്ല. അതിന് ഇത്ര വില കുറവ്, ഭയങ്കര ഇരട്ടി വില വ്യത്യാസം, 3 ഇരട്ടി വില വ്യത്യാസം. അപ്പോഴാണ് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ രുചിയും ക്വാളിറ്റിയും കൊണ്ടല്ല. നേരെ മറിച്ച് ഈ രസകദളി എന്ന് പറഞ്ഞാൽ ദീർഘകാലം നിൽക്കുന്നത്, കടയിൽ കൊണ്ടുവന്നിട്ട് അത് പൊഴിഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് കടക്കാർക്ക് അതിനാണ് താല്പര്യം കൂടുതൽ. പാളയന്തോടൻ അല്ലെങ്കിൽ പെനാങ്ക അങ്ങനത്തെ സാധനം പെട്ടെന്ന് പൊഴിഞ്ഞു പോകും. അതുകൊണ്ട് മാത്രമേ യഥാർത്ഥത്തിൽ ആളുകൾ അറിയുന്നില്ല. ആളുകളുടെ ധാരണ ഏറ്റവും നല്ല പഴം പാളയന്തോടൻ ലഭ്യമാണെങ്കിൽ ആൾ കരുതും ഇത് നല്ല പഴം 4 പവനാണ്. സത്യത്തിൽ നല്ലത് ടേസ്റ്റുള്ള പഴം പാളയന്തോടൻ തന്നെയാണ്. ഞാൻ പാളയന്തോടൻ കുറേ വെച്ചിട്ടുണ്ട്. നമ്മളൊരു പ്രശ്നം തെങ്ങാണ്. ഇവിടെ ഒരിക്കലും തെങ്ങ് വാഴത്തില്ല. ഇതിപ്പോൾ ഈ തെങ്ങ് കഴിഞ്ഞ ആഴ്ച വരെ പച്ചയ്ക്കുന്ന തെങ്ങ വൈകുന്നേരം മറിഞ്ഞുകൊണ്ട് ഒരു പുഴു കയറുക. ഇത് സഹിക്കാൻ പറ്റും. ചിലതിങ്ങനെ കായ്ക്കാറാകുമ്പോൾ അടിയിൽ നിന്ന് മറിഞ്ഞു പോകും. തെങ്ങ് കിട്ടുന്നേ ഇല്ല. ഒരു തെങ്ങ് നമ്മൾ പ്രതീക്ഷയോടെ വെക്കുന്നത്. 10-40 തെങ്ങ് വെച്ച് വളർത്തിയിട്ട് ഇപ്പോൾ ഒരു 8-10 തെങ്ങേ ഉള്ളൂ. പ്രതീക്ഷയൊന്നുമില്ല, അത് നിർത്തിയിരിക്കുന്നതേ ഉള്ളൂ. ഈ വർഷം കപ്പ നട്ടതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഞങ്ങളൊരു 16 ഈ ഇനം മാവ് വെച്ചു. ഇത് ഹിമാം പാസ എന്ന് പറഞ്ഞൊരു മാവാണ്. നല്ല വിലയാണ്. ഇതിപ്പം ഇച്ചിരി അത്യാവശ്യം വലിയ തൈ കൊണ്ട് വെച്ചതാണ്. പക്ഷേ കപ്പ നട്ടതിന് ശേഷം വെച്ചു. ഇപ്പോൾ വന്നിട്ടൊരു കൊല്ലം ആയതേ ഉള്ളൂ. ഈ ഹിമാം പാസയുടെ പ്രത്യേകത, സത്യം പറഞ്ഞാൽ ഈ ഹിമാം പാസയെക്കുറിച്ച് നമ്മൾ ആദ്യം നമുക്കറിയില്ല ഇങ്ങനെ മാവിനെക്കുറിച്ച്. ഈ കിറ്റെക് സാബു ഒരു മാംഗോ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന. അവർ തന്നെ മാങ്ങ നട്ട് വളർത്തിയും
ആന്ധ്രാപ്രദേശിന് ഇറക്കുമതി ചെയ്തു. അവരുടെ എല്ലാ സുഹൃത്തുക്കൾക്കും, അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ സുഹൃത്തുക്കൾക്കും, പ്രധാനപ്പെട്ട ക്ലയൻസിനും എല്ലാവരും ഈ മെയ് മാസത്തിൽ ഇതിൻ്റെ ഒരു 1-2 പാക്കറ്റ് എത്തിച്ചു കൊടുക്കും കൊറിയർ ഏജൻസി വഴി. ഈ മാങ്ങയുടെ പ്രത്യേകത 1 കിലോ വരെ ഉണ്ടാവും. 1 കിലോ ആണ്, 3/4 കിലോ കുറഞ്ഞ മാങ്ങയില്ല. ഒരു മാങ്ങ 3/4 കിലോയാണ് മിനിമം. 1-1.5 കിലോ വരും ഈ ഹിമാംബസ് എന്ന് പറഞ്ഞാൽ. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഇതിന് നാരില്ല, ഫൈബറില്ല. നമ്മൾ ഈ മറ്റേ അലുവ മുറിച്ച് തിന്നുന്ന പോലെ തിന്നാൻ പറ്റുമെന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ സാബു സാർ ഈ ഒരിക്കൽ എനിക്ക് അയച്ചു തന്നു, ഞാൻ കഴിച്ചു. ഞാനത് ഗവനിച്ചില്ല. പിന്നീട് യാദൃച്ഛികമായി ഇവിടുന്ന് ഒരു മാവിൽ ഈ ഒരു മാങ്ങ ഉണ്ടാവുകയും കഴിക്കുകയും ചെയ്തപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഇതാണ് പിടികിട്ട്. ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞു. പിന്നീട് ഞാനിവിടെ 16 മാവ് കഴിഞ്ഞ കൊല്ലം നട്ടിട്ടുണ്ട്. കപ്പയുടെ ഇട വെച്ച് ഇത് തണലാൻ നിന്നോട് 2-3 വർഷം ഇങ്ങനെ നിന്നിട്ട് പിന്നെ കയറിക്കോളും. ഇതാണ് ഈ ഹിമാംബസ്. ഇത് ഔക്കാടയാണ്. ഞങ്ങൾ ആദ്യം വെച്ച ഔക്കാട വലുതായി, പക്ഷേ ഇതുവരെ കായ്ച്ചിട്ടില്ല. അതിനുശേഷം 2 ഇവിടെ വെച്ചിട്ട് അവിടെ എവിടെയുണ്ട്, ഒന്നും കായ്ച്ചിട്ടില്ല. ഇതൊരു നാടൻ പ്ലാവാണ്. സത്യം പറഞ്ഞാൽ നേരത്തെ അവൻ കായ്ച്ചു തുടങ്ങി. ഞങ്ങൾ മേടിച്ചു, ഇതെല്ലാം തന്നെ വിളഞ്ഞ് നിൽക്കുക. പക്ഷേ ഞങ്ങൾക്ക് കപ്പയും ചക്കയും തറച്ചുള്ളത് കാരണം എന്നാ ചെയ്യണത്, ശരിക്കും പറഞ്ഞാൽ വിളഞ്ഞ് നിൽക്കുക. എല്ലാം ചക്ക പറിക്കുക. നാടൻ പ്ലാവാണ്, ചെറിയ നാടൻ പ്ലാവ്. നാടൻ ചീര നാട്ടിൽ നിന്ന് കൊണ്ട് വെച്ചതാണ്. അവിടെ നമ്മുടെ സുഹൃത്ത് മുണ്ടയ്ക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് വെച്ചതാണ്. അപ്പോൾ അവിടെ ഇത് ഫുള്ള് കയറി. നമ്മളിപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പച്ചക്കറി എന്ന് പറയുന്നത് നാടൻ ചീര. ഇപ്പോൾ ചൂടായോടെ ഇങ്ങനെ നിൽക്കുന്നു. എൻ്റെ ആ വാക്കത്തെ എടുത്തായിരുന്നോ? ആ, കയറ്റി ആ മതി. ഇതാ കപ്പവാട്ടിന് 1ാം ഘട്ടം പൂർത്തിയായി. സത്യം പറഞ്ഞാൽ ഇച്ചിരി ലേറ്റാണ്. ഞങ്ങളൊരു 5-5:30 ആകുമ്പം നിലാവെട്ടത്തിൽ തുടങ്ങേണ്ടതാണ്. ഇന്ന് പക്ഷേ എല്ലാവരും ഇന്നലെ നാട്ടിൽ നിന്ന് എത്തിയപ്പം വൈകിപ്പോയി. 10-11 മണിയായി. ഞാൻ പറഞ്ഞല്ലോ, ഈ കപ്പവാട്ട് ഇത് ലാഭനഷ്ടത്തിൻ്റെ ഒരു ഇടപാടല്ല. നാട്ടിൽ ഒരു 5-6 പേര് വരും. ഇവിടെ നമ്മുടെ 2-3 സുഹൃത്തുക്കളുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചൊരു ഉത്സവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ. ആ ക്ഷീണമൊക്കെ കഴിഞ്ഞ് രാവിലെ എണീറ്റപ്പോൾ ഒരു 6:30 ആയി തുടങ്ങാൻ. അതുകൊണ്ടിപ്പോൾ 9 മണി 9-9:30 ആയിപ്പോൾ. സത്യം പറഞ്ഞാൽ രാവിലെ ഒരു നേരം വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 7 മണിക്ക് മുമ്പ് കപ്പ പറി പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ നല്ല വെയിലാണല്ലോ, വെയിലിന് മുമ്പ് ഇത് പൊളിച്ച് കളയാൻ. പൊളിയാണ് ഏറ്റവും വലിയ പണി. ആ കൊത്തിച്ച കുഴപ്പമില്ല, പൊളിയാണ്. ഇപ്പോൾ എന്തായാലും കപ്പ ഞങ്ങൾ പറിച്ചു കഴിഞ്ഞു. ഈ കപ്പ പറിച്ചു കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ ഒരുമിച്ചിരുന്നുകൊണ്ട് പൊളിക്കാൻ പോകണം. എല്ലാവരുടെ എല്ലാ കപ്പയും പൊളിക്കണം. പൊളിച്ച് കൂട്ടിയിട്ടതിന് ശേഷം കൊത്തണം. ഇപ്പോൾ പൊളിയും കൊത്തും കൂടെ ഒരുമിച്ചങ്ങ് നടക്കും. ഇതാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. ഞങ്ങളുടെ പറമ്പിൽ ഏറ്റവും നന്നായിട്ട് വാഴുന്നത് പ്ലാവും മാവുമാണ്. ധാരാളം പ്ലാവും മാവുണ്ട്. ഇപ്പം ഇപ്പോൾ കയറി വരുമ്പോൾ തന്നെയുള്ള ചക്കയാണ്. ഇത്തിരി മണ്ടയൊക്കെ മുറിച്ച് കളയുന്നതാണ്. ഇപ്പോഴും പുതിയ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതേസമയം ഏകദേശം വിളഞ്ഞ് പല ഇതിനകത്ത് ഓൾറെഡി ചക്ക പറിച്ചു കഴിഞ്ഞു. മാവ് ഇത്തവണ കാലാവസ്ഥയുടെ വ്യതിയാനം കാണും. ഇപ്പം നിറച്ച് പൂക്ക് മുഴുവൻ പോയി. ഇത് കോട്ടുകോണത്തിൻ്റെ ബഡ് മോഡലാണ്. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അവിടെ ഇവിടെ ഉണ്ടായിട്ട്. പക്ഷെ നിറച്ച് പൂത്തതായിരുന്നു, പോയി. ഇതുവരെ കായ്ച്ചിട്ടില്ല. ദുരിയാൻ എന്ന് പറയും. ദുരിയാനെ ഇതുവരെ കായ്ച്ചിട്ടില്ല. ഇതിൻ്റെ ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണെന്ന് പറഞ്ഞത്, പക്ഷേ ഭയങ്കര ദുഷിച്ച മണമെന്നാണ് പറയുന്നത്. അറിയത്തില്ല, ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊരു നാടൻ മാവാണ്. നേരത്തെ ഉണ്ടായിരുന്നതാണ്, അത് നിർത്തി ഞങ്ങൾ ബഡ് ചെയ്യാമെന്ന് ഓർത്തു. പക്ഷേ ഇപ്പോൾ ഇത് പൂത്തിട്ടുണ്ട്, അവിടെ ഇവിടെയും പൂത്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ കായ കായ്ക്കുന്ന അബിയു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇപ്പോഴും കായൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഞങ്ങൾക്കുള്ള ഫ്രൂട്ട്സ് വന്ന് അബിയുവാണ്. ഇതൊരു തരം ചെറിയ നല്ല രസമുള്ള ചെറിയ ഇത് അവിടെ ഇവിടെ ഉണ്ട്, നിറച്ചുള്ളതുണ്ട്. ചെറിയ പുളിയുള്ള സൂപ്പറാണ്. കൃഷി പണ്ടേ നിർത്തിയ സ്ഥലമാണ്. ഇവിടെ ധാരാളം പ്ലാവുകളെല്ലാം കായ്ച്ചിട്ടുണ്ട്. കാടാണ്, കാരണം കൃഷി നേരത്തെ നിർത്തിയതാണ്. ഇത് പനീർ ചാമ്പ പൂത്ത് നിൽക്കുവാണ്. കറുവാപ്പട്ടയാണ് ഈ സാധനം. ഇതൊരു അത്ഭുതമാണ് ഈ പ്ലാവ്. വൈഫിൻ്റെ അപ്പൻ
വെച്ച നാടൻ പ്ലാവാണ്. 3-ാം കൊല്ലം കായ്ച്ച്. സാധാരണ ഒരു നാടൻ പ്ലാവ് കഴിക്കാനായിട്ട് 8 വർഷമൊക്കെ എടുക്കും. പക്ഷേ ഇത് 3-ാം കൊല്ലം കായ്ച്ച്. ഇപ്പോൾ ഇത് വീണ്ടും ഇപ്പോൾ 4 വർഷം കഴിഞ്ഞേ ഉള്ളൂ കായ്ച്ച് നിൽക്കുവാണ്. ഇവിടെ വേറെ കൃഷിയൊന്നും നടക്കത്തില്ല, കാരണം ഇതെല്ലാം പ്ലാവും മാവും കയറിപ്പോയി. സീതപ്പഴമാണ്, പക്ഷെ എല്ലാം മുടി പിടിക്കുന്നില്ല. ഇത് ഉണങ്ങി പോവുക കാ ഉണ്ടാവുമ്പോൾ. പിടിക്കാത്ത മറ്റൊരു സ്ഥലം തെങ്ങാണ്. ഈ തെങ്ങ് ഇപ്പോൾ കണ്ടാൽ ഭയങ്കര അടിപൊളിയാണ്. ഇതുപോലത്തെ 5 തെങ്ങ് കൂടെ ഉണ്ട്, 4 പോയി. ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഈ പേര നന്നായിട്ട് കായ്ച്ച് നിൽപ്പുണ്ട്, കണ്ടില്ലേ? വലിയ പേരയ്ക്ക ഉണ്ടായി. പക്ഷേ ഈ പേര എനിക്കൊരു ചെറിയ സംശയം, ബഡിൽ നിന്ന് താഴെ കയറി വന്നതാണ്, അശ്രദ്ധ വന്നതാണ്. കാരണം ഇത് കായ്ക്കാതെ വളർന്നു പോകില്ല. വലിയ മുരിങ്ങക്കാട് നീളം കണ്ടോ? വലിയ മുരിങ്ങയാണ്. മുരിങ്ങക്കാട് നീളമുള്ള മുരിങ്ങയാണ്. ധാരാളം കായ്ച്ച് കിടപ്പുണ്ട്. അതിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ദേശീയപാത 66 പണി നടക്കുകയാണ്, നമ്മുടെ റിയാസിൻ്റെ ദേശീയപാത. അപ്പോൾ അത് ആലപ്പുഴ ഈ ഒരു പത്രവാർത്ത വരുന്നു. അവിടെ ഒരു 150 വർഷം പഴക്കമുള്ള ബ്രിട്ടീഷുകാരുടെ കാലത്ത് കൊണ്ടുവന്ന ഒരു അപൂർവ ഇനം മാവ് അവിടെ ഉണ്ടായിരുന്നു. 150 പൂക്കുന്നതാണ്. അത് പോയി എന്നൊരു വാർത്ത വരുന്നു. ആ വാർത്ത കണ്ടപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഗ്രീൻ വാലി നഴ്സറി എന്ന് പറഞ്ഞ് കൊട്ടാരക്കരയ്ക്ക് തിരുവനന്തപുരത്ത് പോകുന്ന വഴിയിൽ അവൻ 2-3 ഇതുണ്ട്. എൻ്റെ സുഹൃത്താണ് ഷാഫി എന്ന് പറയും. ഗ്രീൻ വാലി നല്ല അവിടെ നിന്ന് ഞാൻ സാധനം വിളിക്കും. അവൻ ഈ പത്രവാർത്ത കണ്ടിട്ട് അവിടെ പോയി ഇതെടുത്തിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, സാറെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ബഡ് ചെയ്തുകൊണ്ട് എനിക്ക് സാധനമാണ്. അന്യം നിന്ന് പോകാതിരിക്കാനായിട്ട് ബഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ്. ഇത് വളർന്നു വരുമ്പോൾ ഞാൻ ഈ മാവ് കളയും. മാവിൻ്റെ അടുത്ത് കൊണ്ട് വെച്ച് എന്തിനാന്ന് പലരും ചോദിക്കും. അപ്പം മാവിൻ്റെ മാങ്ങാപ്പഴം എനിക്ക് പോരാ, ഇത് വലുതായി കഴിയുമ്പം അത് കളയും. തൽക്കാലം നിൽക്കട്ടെ എന്നുള്ളതാണ്. എല്ലാം ഉണ്ട്. ജാതിയെല്ലാം കായ്ച്ച് കിടക്കുവാണ്. എല്ലാത്തിലും ഉണ്ട്. ഈ ജാതിയൊന്നും നമ്മൾ പിന്നെ ഇതൊന്നും പഴുത്ത് പോവുക ചെയ്യും. നമ്മളൊന്നും പറിക്കുന്നില്ലെന്ന് കണ്ടില്ല. ജാതിക്ക പഴുത്ത് പൊട്ടി നിൽക്കുന്നു. ജാതിക്ക ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇതുണ്ട, ഇതിലെല്ലാം ജാതിക്ക ഉണ്ട്. ജാതിയൊക്കെ നട്ടു കയറി കായ്ച്ചു എന്നല്ലാതെ നമുക്കെന്താവശ്യമെന്ന് അറിയത്തില്ല. ഈ കാണുന്ന തിലാക്കപ്പയാണ്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കുംഭം മീനത്തിലല്ല, കുംഭം മേടം ഈ 2 മാസങ്ങളാണ് കപ്പ നടുന്നത്. കുംഭത്തിൽ അങ്ങ് നടാൻ പറ്റിയില്ല, മഴയില്ലേ, മേടത്തിലാണ് നടന്നത്. അതാണിപ്പോൾ ഈ പറയുന്ന നമ്മളൊരു ഒക്ടോബർ നവംബർ ഡിസംബറിൽ പച്ചക്കപ്പ കഴിക്കും. ജനുവരി ഫെബ്രുവരി വാട്ടും. ഈ തുലാമഴ പെയ്യുന്ന സമയമുണ്ടല്ലോ, ഈ തുലാമഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം പറിച്ചിരിക്കുന്ന കപ്പ അല്ലാതെ ഇപ്പോൾ ചേന, അതിന് മുമ്പ് കുംഭത്തിൽ തന്നെ ചേന നടും. മഴ പെയ്താലും ഇല്ലെങ്കിലും കുംഭത്തിൽ ചേന നടും. ഇപ്പോൾ ഞാനിപ്പം അടുത്ത ആഴ്ച ചേന നടാൻ പോവാം. ഈ ചേന നടുന്ന സാധനം, ചേന നേരത്തെ നമ്മൾ ഓണമൊക്കെ കഴിയുമ്പോഴത്തേക്കും ചേനയാവും. അപ്പോൾ ആ കാലം വെറുതെ കിടക്കുമ്പം തുലാമഴ സമയത്ത് നമ്മൾ കപ്പ നടും. കുറച്ച് നടത്തുള്ളൂ, 20. അതാണ് ഈ തുലാക്കപ്പ എന്ന് പറയുന്നത്. ഇതിപ്പം ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മറ്റേ കപ്പ കൃഷി കഴിഞ്ഞു, പക്ഷേ ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ കപ്പ പച്ചക്കപ്പ കഴിക്കാൻ പറ്റും. തുലാക്കപ്പയാണ്, തുലാമഴയുടെ സമയത്ത് കഴിക്കുന്നതാണ്. അപ്പോൾ ഈ തുലാക്കപ്പയാണ്. ഒരു 20 എണ്ണം ഇവിടെ നട്ടിട്ടുള്ളൂ ഞാൻ. ഈ മാവാണ് ഞാൻ പറഞ്ഞേ, ഞങ്ങളുടെ ഇമാം പാസ എന്ന് പറഞ്ഞ മാവ്, നമ്മുടെ കിറ്റക് സാബുവിൻ്റെ. ഇതാണ് നേരത്തെ നട്ടത്. ഇത് കായ്ക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണത്തെ കാലാവസ്ഥ പ്രശ്നം ഇതാണ്, പൂത്ത് നിൽപ്പുണ്ട്. പക്ഷേ നേരത്തെ കായ്ക്കേണ്ടതാണ്, മെയിലൊക്കെ ആവേണ്ടതാണ്. ഇത് കിട്ടിയാൽ ഗംഭീരം 1 കിലോ വരെ ഉണ്ടാവും. ഹിമാം പാസ എന്ന് പറയും. കപ്പവാട്ടിൻ്റെ 2ാം ഭാഗം ആരംഭിക്കുന്നതിനിടയിൽ ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്കിനി കപ്പ പൊളിയാണ്, അത് കഴിഞ്ഞാണ് കപ്പ കൊത്ത അല്ലെങ്കിൽ അരിച്ചൽ. ഓഫീസിൽ പോയി ഇരിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ 2-3 വീഡിയോ എങ്കിലും ചെയ്തില്ലെങ്കിൽ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ എടുക്കുന്ന പ്രേക്ഷകർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്. ഉച്ചയാകുമ്പോൾ, ഇപ്പോൾ 10 മണിയാവുന്നു, 1 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ചു വരും. 2-3 മണിക്കൂർ കൊണ്ട് അത്യാവശ്യം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 വിഷയങ്ങൾ എടുത്ത് പ്രതികരണം നടത്തേണ്ടതുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ പണി രാവിലെ 4 മണിക്ക് എഴുതി കുറച്ച് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ ഓഫീസിലേക്ക് പോയി 2-3 വീഡിയോകൾ ചെയ്തിട്ട് ഉച്ചയ്ക്ക് തിരിച്ചു വരും. അപ്പോഴേക്കും ഇതൊന്നും ആവത്തില്ല, കാരണം കപ്പ പൊളി എന്ന് പറയുന്നതാണ് ഏറ്റവും ദുർഘടമായ പണി. അതിങ്ങനെ തുടരും. എന്നിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും 3 മണിക്കൂർ ഞാൻ മാറി നിൽക്കുന്നു. 3 വന്നിട്ട് ഞാൻ കൂടും. പിന്നെ രാത്രി വളരെ വൈകി മാത്രമേ ഇത് തീർന്ന് കൊത്തി കഴിയത്തുള്ളൂ. അപ്പം ഓഫീസിലേക്കുള്ള യാത്രയാണ്. താങ്ക് യു. നമ്മൾ കഴുകിയിട്ടല്ലേ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നു. പിന്നെ ഈ സാധനം വാഷിങ് ഉപയോഗിക്കാന്നാ. അല്ല, ഇത് കണ്ടോ ഈ ഒരെണ്ണത്തിൻ്റെ താമസമുണ്ടോ? അപ്പോൾ താമസമില്ലേ? നിങ്ങൾ കുളിച്ചോ? ഇല്ലല്ലോ. ആരും കുളിച്ചിട്ടില്ല. എടാ കുളിക്കണം. എടാ എന്നാൽ ഈ ചൂടത്ത്
ഞാൻ കുളിച്ചു. ഞാൻ കുളിക്കാൻ ഓഫീസിൽ പോകാൻ വേണ്ടി അല്ല കുളിക്കും. ഏത് ദിവസം ഒരു 30 വർഷം മുമ്പ് ഒരു 3 ദിവസം കൂടുമ്പോഴും കുളിക്കുമായിരുന്നില്ല. ഞാനത് ആദ്യം പറഞ്ഞു. എടാ ഞാൻ എല്ലാ ദിവസവും 2 നേരം കുളിക്കും. ആറ്റി മണ്ണ് വാരി ചുമന്നിട്ട് കുളിക്കാതെ കയറി വീട്ടിൽ പോകുന്നതിനാ. പോടാണ് അയക്കല്ലോ ആ കാര്യത്തിൽ ആറ്റി മള വരച്ചും കഴിഞ്ഞല്ലോ. തോപ്പ് ഇതൊക്കെ കുളിക്കാൻ പോകാനറിയോ? ഓ അപ്പൊ ഇത് 1ാം ഘട്ടം കഴിയും. അപ്പൊ നമുക്ക് ഇത് ആ മൂലയിലോട്ട് അല്ല 1ാം ഘട്ടം കഴിച്ചുകൊണ്ട് 10 രൂപ അടിക്കാം. ആ 2 ഘട്ടമായിട്ടാണ് കപ്പ കൊത്തുന്നത്. 1ാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ 2 തരത്തിലുള്ള കപ്പയായിരുന്നു. ഏറ്റവും കൂടുതലുള്ള ഭാഗം തീർന്നു. ഇനി 2ാം ഭാഗം കൊത്താൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പക്ഷേ കപ്പ വാട്ട് അതിൻ്റെ തീ കത്തിച്ച് കപ്പ വാട്ട് തുടങ്ങുകയാണ്. ഒരു ടീം കപ്പ വാട്ടുമ്പോൾ മറ്റേ ടീം ബാക്കി കപ്പ കൊത്തും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ അടുപ്പ് കത്തിക്കുന്ന ചടങ്ങിലേക്ക് പോകാം. അതിനെ തുടർന്ന് വെള്ളം എടുത്ത് വെച്ച് തിളപ്പിക്കുന്ന ചടങ്ങിലേക്ക് പോകാം. അപ്പോൾ കപ്പ വാട്ട് ഉദ്ഘാടനം തീ കത്തിക്കുകയാണ്. ചെമ്പ് വെച്ചു. ഇനി വെള്ളം നമ്മൾ മിനിമം ഒഴിച്ചല്ലേ. ഇനി ബാക്കി വെള്ളം ഒഴിക്കും. നമ്മൾ തീ കത്തിക്കുകയാണ്. അടുപ്പ് കത്തിക്കഴിഞ്ഞു. ഈ ചെമ്പിന് 1/3 വെള്ളം നമ്മളിടും. ഒരു അരമണിക്കൂർ എടുക്കും ഇത് തിളച്ച് വരാൻ. തിളയ്ക്കേണ്ട, മൊത്തം ഏകദേശം ആകുമ്പോഴത്തേക്കും ചൂടാകുമ്പോഴത്തേക്കും കപ്പ നമ്മൾ കോരിയിടും. ഒരു ചെമ്പ് നിറച്ചിടും ചെമ്പ്. നമ്മൾ ആദ്യത്തെ ചെമ്പ് കപ്പ അടുപ്പ കയറ്റി. വലിയ ചെമ്പാണ്. അപ്പോൾ തീയലായിട്ടു. വെള്ളം തിളച്ചു. വെള്ളം തിളയ്ക്കണ്ട, ചൂടായാൽ മതി. ചൂടായി. ഈ ചെമ്പിൽ 1/3 വെള്ളം നിറച്ചു. ആ 1/3 വെള്ളം നിറച്ചിട്ട് കപ്പ നിറച്ചിട്ടു. അപ്പോൾ ഇതിനി നമ്മൾ വളരെ സൂക്ഷിച്ച് ഇത് വെന്ത് പോകാൻ പാടില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇത് വെന്ത് പോകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് കറക്റ്റ് എന്തേരം വേകണമോ അത്രയും മാത്രം നോക്കി, അത് നമ്മുടെ സജി ആയാലും വിദഗ്ധനാണ്, നോക്കി അത് കൈകാര്യം ചെയ്ത് നമ്മൾ അത് മൊത്തം ഊറ്റും. അത് ഇളക്കി അപ്പോഴത്തേക്ക് വെള്ളം താഴെ നിന്ന് ആവി കയറി വരും. മൊത്തം വെള്ളം ഇട്ടിട്ടില്ല. കയറിയിട്ട് ഉണക്കാനിട്ടിട്ട് അടുത്ത ചെമ്പിടുന്നത്. വെള്ളം വീണ്ടും മാറും. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലായിടത്തും ഒരുപോലെ തീ ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം കപ്പ ഈ ചെമ്പിലിങ്ങനെ മുഴുവനായി നമ്മൾ വയ്ക്കുമ്പോൾ എല്ലായിടത്തും തീ ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ മരുതി അടക്കം അല്ലെങ്കിൽ തേക്ക് കോതുമൊക്കെ ചെയ്യുമ്പോഴുള്ള കമ്പുകൾ നമ്മൾ കോതി ഉണക്കി വെച്ചിരുന്നു. അതാണ് ഇവിടെ കിടന്നിരുന്ന കമ്പുകൾ. ഈ തീ ചുറ്റിനും ഒരേപോലെ വരിക, തീ കുറയാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും തീ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ചൂടിന് വ്യത്യാസം, അല്ലെങ്കിൽ ചിലയിടം വേകുകയും ചിലയിടം വേകാതെ പോവുകയും ചെയ്യുന്ന പ്രശ്നം ഉണ്ടാകും. ഇപ്പോൾ ഇതായി നമ്മൾ 1/3 വെള്ളം ഉണ്ടായുള്ളൂ, പക്ഷേ നിറഞ്ഞു കയറി വരുവാണ്. വെന്ത് പോവാതെ പുഴുങ്ങി വരുന്നൊരു പരുവത്തിൽ നമ്മൾ എടുക്കും. വൈകാതെ തന്നെ ഇത് കോരാൻ പറ്റും. വെള്ളം വല്ലതും ഉണ്ടെന്ന് കാണാൻ വെട്ടം. ഇതുകൊണ്ട് അടിച്ചു വിട്ടാലും മതി. ഇത് മതി. അകത്ത് വെള്ളമുണ്ടോ? അകത്ത് വെള്ളം അകത്തില്ല. ഇല്ല, കണ്ടില്ലേ? അകത്ത് വെള്ളം ഉണ്ടെങ്കിൽ വെന്തില്ല. ഇല്ല, ആയി. എന്നാ എടുത്തേക്കട്ടെ. ഒന്ന് ഇളച്ചെടുക്കാം അല്ലേ? കൈകാര്യം കളയല്ലേ. ഒരു മിനിറ്റ്.
ഇവിടെ നിന്നിട്ട് അത് കഴിയില്ലേ ഇത് കൊള്ളു അറിയാമോ അതൊരു കൈകളയല്ലേ രാത്രി 10 മണിയായിട്ട് ഞങ്ങളുടെ കപ്പവാട്ട് കഴിഞ്ഞിട്ടില്ല. കപ്പവാട്ടിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളും കഴിഞ്ഞിരിക്കുന്നു. ഇനി അവശേഷിക്കുന്നത് ഇപ്പം അടുപ്പിലിരിക്കുന്ന ചെമ്പോട് കഴിഞ്ഞാൽ ഒരു അര ചെമ്പോടുണ്ട്. ഒരു 3.5-4 ചെമ്പാണ്. അതോടുകൂടിയാണ് അവസാനിക്കുന്നത്. ഇനി ഒരു അര ചെമ്പോടുണ്ട്. ഇനിയും സമയം എടുക്കും. മാത്രമല്ല പിന്നെ അവശേഷിക്കുന്ന ഒരു ചടങ്ങുണ്ട്, കപ്പയും ചേമ്പും ചുടുക എന്നത്. അതുകൂടെ ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ അത് അവസാനമാണ് അതെടുക്കാൻ പറ്റുന്നത്. അത് ചെയ്യുന്നില്ല. അതുകൂടെ ഇട്ടാൽ മാത്രമേ വാസ്തവത്തിൽ ഇത് പൂർത്തിയാവൂ. ഇതാണൊരു സാധാരണ കപ്പവാട്ടിൻ്റെ ഒരു പ്രത്യേകത. അതാണ് കപ്പവാട്ട് പൂർത്തിയായി കഴിയുമ്പോൾ കപ്പ, പച്ചക്കപ്പയും ചേമ്പും നമ്മൾ ചുട്ടെടുത്തിട്ട് തിന്നും. അതുകൂടിയുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ വാട്ടിയിരിക്കുന്ന കപ്പയെല്ലാം കുറച്ച് പടുതലിട്ടു. പക്ഷെ അതിൽ കൂടുതലുള്ളതുകൊണ്ട് നിലത്തിട്ടു. ഈ ഭാഗത്തെല്ലാം ഇട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇത് ഇനി നിരത്തിയിട്ടിരിക്കുന്ന കപ്പ മഴ പെയ്യത്തില്ല എന്ന പ്രതീക്ഷയിലാണ്. മഴ പെയ്ത പ്രശ്നമാണ്. പെയ്യത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു 3-4 ദിവസം ഉണങ്ങും. ഒന്ന് മറിച്ചിടുന്ന പരിപാടിയുണ്ട്. ഉണങ്ങിക്കഴിഞ്ഞ് 2-3 ദിവസം കഴിയുമ്പോൾ ഇത് കരിങ്കല്ല് പോലെ ഉറയ്ക്കും. ഒന്ന് മറിച്ചൊക്കെ ഇട്ട് ശരിയാക്കിയിട്ട് 4 ദിവസം 5 ദിവസം ഉണങ്ങിക്കഴിയുമ്പോൾ പൂർണ്ണമായും, നമ്മൾ കുറേ ദിവസം കൂടെ അധികം കൊടുക്കാറുണ്ട്, പൂർണ്ണമായും അത് ഉണങ്ങിക്കഴിയും. അങ്ങനെ വാട്ടുകപ്പയാവും. പിന്നെ നമ്മളത് വാരി ചാക്കിൽ കെട്ടിവെക്കും. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ കപ്പ സീസൺ അവസാനിക്കുകയാണ്. 4-5 കപ്പയും കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരും നാളുകളിൽ എപ്പം വേണേലും അത് ഉണങ്ങി കെട്ടിക്കഴിഞ്ഞാൽ അന്ന് മുതൽ ഉപയോഗിക്കാം. പക്ഷേ സാധാരണ അല്പം വൈകി ഉപയോഗിക്കാറുള്ളൂ. പ്രത്യേകിച്ച് പച്ചക്കപ്പ മാക്കി നിൽപ്പുണ്ട്. ചക്ക സീസൺ ആരംഭിച്ചു. ധാരാളം പ്ലാവ്, ഇപ്പോൾ ചക്കയൊക്കെ വിളഞ്ഞ് പതിയെ പഴുക്കാൻ തുടങ്ങിയിട്ട് ധാരാളം ചക്കയുള്ളത് കൊണ്ട് ഇപ്പോൾ ചക്കയായിരിക്കും ഇനി വരുന്ന ഒരു പ്രിഫറൻസ്. ചേന നേരത്തെ കഴിഞ്ഞു, കപ്പ ഇപ്പോൾ കഴിയുന്നു. ഇനി ചക്കയുണ്ടാവും. ഒപ്പം തന്നെ കാച്ചിൽ പറിച്ചിട്ടില്ല ഇതുവരെ. കാച്ചിൽ പറിക്കാൻ പറ്റും. കുമ്പത്തിൽ ഇത് നടേണ്ടതാണ്. പക്ഷേ ഞങ്ങൾ കാച്ചിൽ പറിച്ചില്ല ഇക്കുറി. കാച്ചിലുണ്ട്, ചേമ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം തുടരുകയാണ്. അപ്പോഴത്തേക്കും അടുത്ത കൃഷി സൈക്കിൾ ആരംഭിക്കും. കാരണം ഇത് കുംഭം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കപ്പ പറിച്ച ഇടങ്ങൾ മുഴുവൻ ഞങ്ങൾ ഇനി അത് കാലൊരുക്കലെന്ന് പറയും. കാലൊരുക്കി വൃത്തിയാക്കി കല്ലെല്ലാം പിറക്കി അതെല്ലാം ചപ്പെല്ലാം വെത്തി റെഡിയാക്കിയിട്ടിട്ട് ആദ്യം ചേന കൃഷി ചെയ്യും. പിന്നാലെ കാച്ചിലും ചേമ്പും കൃഷി ചെയ്യും. പിന്നെയാണ് കപ്പ ചെയ്യേണ്ടത്. കപ്പ അല്ലെങ്കിൽ മരച്ചീനി. പക്ഷേ ഇത് കുംഭമാസത്തിൽ മഴയില്ലെങ്കിൽ മരച്ചീനി മേടമാസത്തിലേക്ക് മാറും. അതായത് 1.5 മാസം കൂടെ മാറും. മീനത്തിൽ ചെയ്യത്തില്ല. മീനത്തിൽ കൃഷി സാധാരണ ആരും ചെയ്യാറില്ല. കുംഭം കഴിഞ്ഞാൽ മീനത്തിൽ കൃഷി ചെയ്യത്തില്ല. മേടത്തിൽ ചെയ്യും. മേടം 10-10-ാം ഉദയത്തിനാണ് കൃഷിയുടെ എൻഡെന്ന് പറയുന്നത്. അപ്പോഴേക്കും എല്ലാം, അതായത് കപ്പ തീർന്നിരിക്കും, ഈ പറയുന്ന കാച്ചിലെ ചേന ചേമ്പ് തീർന്നിരിക്കും, ഇഞ്ചി മഞ്ഞളും തീർന്നിരിക്കും. എല്ലാ കൃഷിയും മേടം 10-ന് മുമ്പ് തീരും. ഇതാണ് ഒരു കൃഷി രീതി. മരച്ചീനി മുഴുവൻ വെട്ടി വാട്ടിയെടുത്ത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു പണി എന്ന് പറയുന്നത് കാല ഒരുക്കലാണ്. ആ പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ കംപ്ലീറ്റ് കപ്പ പറിച്ച കാല മുഴുവൻ കാട് ചെത്തി ഒരുക്കി ഭംഗിയാക്കി അതെല്ലാം സൈഡിലേക്ക് ഇടും. കാണുന്ന ഇതെല്ലാം ഇങ്ങനെ കൂട്ടിയിടുന്നതാണ്. ആ കൂട്ടിയിട്ടതിന് ശേഷം വേണം ഇതെല്ലാം കൂടെ. ഇവിടെ ഇപ്പോൾ ഓരോന്നും വ്യത്യസ്തമാണ്. കഴിഞ്ഞ പ്രാവശ്യം കപ്പ നട്ടിത്തവണ കപ്പ നടണം നിർബന്ധമില്ല. ഇക്കുറി ഇതിപ്പോൾ ഈ മരങ്ങളെല്ലാം കയറിയ സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ചേനയാണ് നടാൻ പോകുന്നത്. കാരണം കപ്പ ഈ എരമ്പ് പറ്റത്തില്ല. കാരണം നേരത്തെ മുതൽ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഇത് മുള്ളാത്തയാണ്, ഇത് റംബുട്ടാനാണ്. ഇത്തരം സാധനങ്ങൾ നിൽക്കുന്നതുകൊണ്ട് ഇത് വളർന്നു വരുന്നതനുസരിച്ച് കഴിഞ്ഞ പ്രാവശ്യം കപ്പയായിരുന്നു ഇവിടെ. പക്ഷേ ഇക്കുറി കപ്പയിടാൻ പറ്റത്തില്ല. ഇവിടെ ചേനയാണ് ഇപ്പോൾ അപ്പോൾ കാല ഒരുക്കൽ പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ കപ്പവാട്ട് പൂർത്തിയായി. ഞാൻ പറഞ്ഞല്ലോ, പിന്നുണ്ടായിരുന്ന അല്പം ഷോട്ട്സൊക്കെ പിറ്റേ ദിവസം 2-3 ദിവസത്തിന് ശേഷം ഷൂട്ട് ചെയ്തതാണ്. അതിൻ്റെ പ്രശ്നം വെച്ചാൽ കപ്പവാട്ടി മുഴുവൻ നമ്മളെല്ലായിടത്തും നിരത്തി 4 വെയിൽ കൊള്ളണം എന്നാണ്. നമ്മൾ മിനിമം 4 വെയിൽ കൊള്ളണം. നമ്മൾ 4-5 ദിവസത്തോളം നമ്മൾ വെയിൽ കൊള്ളിച്ചു. അതായത് ഫുൾ വെയിലത്തിടുക, ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ കപ്പ മുഴുവൻ ഇളക്കി കല്ലുപോലെ ഉണക്കിയെടുത്തു. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് എടുത്തിട്ടില്ല. കാരണം പിന്നീട് 5-ാം ദിവസമാണ് ക്യാമറമാൻ വരുന്നത്. അങ്ങനെ 8 ചാക്കുകളിലേക്കാണ് ഇത് മാറ്റിയത്. ഒരു ചാക്ക് ഒരു 20-22 കിലോ വരെ ഉണ്ട്. അതിൽ തന്നെ ഇപ്പോൾ 2 ചാക്ക് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. വിൽപ്പനയ്ക്കല്ല, നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊടുക്കും. ഇപ്പം
എൻ്റെ ഒരു സുഹൃത്താണ് ജിനു റാണി ജോ എന്ന് പറയുന്നത്. കോളേജിൽ പഠിക്കുമ്പോൾ ഈ പ്രസംഗ മത്സരത്തിലൊക്കെ പങ്കെടുത്തപ്പോൾ അവളന്ന് മാന്നാനം കെ കോളേജ് പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ അറിയാവുന്നതാണ് ജിനുവിനെ. പിന്നീട് അവൾ BCM കോളേജിൻ്റെ ചെയർപേഴ്സണൊക്കെ ആയിരുന്നു ജിനു. അപ്പോൾ ജിനു തിരുവനന്തപുരത്തോട് ജിനു വന്ന് കുറച്ച് കപ്പ കൊണ്ടുപോയി. ഇതുപോലെ പലരും നമുക്ക് കപ്പ വേണ്ടപ്പെട്ട ആളുകൾ കൊണ്ടുപോകും, കാശ് മേടിച്ചല്ല, വെറുതെ കൊടുക്കുന്നതാണ്. ഇതാണ് നമ്മുടെ എന്തായാലും ഇതാണ് ഈ ഉണക്ക് കപ്പയുടെ അവസ്ഥ. ഈ ഉണക്ക് കപ്പ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കൂടി പറഞ്ഞുതരാം. ഇതാണ് ഈ വാട്ടുകപ്പ, നല്ല കരിങ്കല്ലിൻ്റെ കഷ്ണം പോലെ ഇരിക്കും. ഇത് നമ്മൾ ഇത് കണ്ടത് ഇതിങ്ങനെ നമ്മൾ കൂട്ടി ഈ കപ്പ കൊത്തി വേവിച്ച് പുഴുങ്ങിയെടുത്തിരിക്കുന്ന സാധനമാണ്. ഓരോന്നും കടിച്ചാൽ പോലും പൊട്ടത്തില്ല, നമ്മൾ ഇങ്ങനെ കടിച്ചാൽ പൊട്ടത്തില്ല, അത്ര ഇതാ പല്ലു പോവും. ഈ കപ്പ ഇത് നമ്മളിപ്പോൾ ഒരു ഇത്രയും കപ്പ ഇങ്ങനത്തെ 2 കൈ വാരിയെ പോലും നമുക്കൊരു വീട്ടിൽ 3-4 പേർ കഴിക്കാനുണ്ട്. ഇത്രയും കപ്പ, ഇത്ര ഒരു കപ്പ ഇതുപോലത്തെ 2 ഇട്ടാൽ നമുക്ക് 3-5 പേർക്ക് കഴിക്കാം. അതായത് ഇത് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെയാണ് കപ്പ, ഞങ്ങളുടെയൊക്കെ നാട്ടിൻപുറത്ത് രാവിലെയായിരുന്നു കപ്പ, പക്ഷേ ഞാനിവിടെ വൈകുന്നേരമാണ് കഴിക്കുന്നത്. രാവിലെയാണ് അമ്മയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് കപ്പ വെള്ളത്തിലിടും. അതായത് ഇപ്പോൾ ഇത്രയും നമുക്കൊരു ആവശ്യത്തിന് എത്ര പേരുണ്ടോ വീട്ടിൽ, അമ്മയ്ക്കൊരു അളവുണ്ടാവും. അളവനുസരിച്ച് കപ്പ എടുത്ത് നമ്മൾ ഒരു ചെരുവത്തിലേക്ക് ഇടുന്നു. ഇങ്ങനത്തെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു 3 എണ്ണം ഇട്ടാൽ ആവശ്യത്തിന് 5-6 പേർക്ക് കഴിക്കാം. ഇതിപ്പോൾ ഒരു 2 പേർക്ക് കഴിക്കാനുള്ള ഉണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു 2 എണ്ണം എടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് ആവശ്യത്തിന് കഴിക്കാം. എന്നിട്ട് ഇത് വെള്ളത്തിലേക്ക് ഇടും. എന്നിട്ട് വെള്ളം നികത്തി പൊക്കി വെള്ളത്തിലിടും. അപ്പോൾ എന്തേരം വെള്ളമുണ്ടോ കപ്പ ഒരു അരച്ചരുവം ഒരു 1/4 ചരുവം കപ്പയാണ് ഒരു അരച്ചരുവത്തിൽ കൂടും, നികത്തി വെള്ളം ഇടും. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് ഒരു 10 മണിക്കൂർ 12 മണിക്കൂർ വെള്ളത്തിൽ കിടന്ന് കഴിയുമ്പോഴത്തേക്കും വെള്ളം പിടിച്ച് ഈ കപ്പ അങ്ങ് മൃദുവാകും. പക്ഷേ പച്ചക്കപ്പ പോലെ അല്ലതാണ്, ഉണക്കിയെടുത്തത് കൊണ്ട്. എന്നിട്ട് അത് കഴുകി അത് കഴുകിയാണ് എടുക്കുന്നത്. കഴുകിയെടുത്തിട്ട് അടുപ്പ വെച്ചിട്ട് സാധാരണ കപ്പ വേവിക്കുന്ന പോലെ തന്നെ വേവിക്കും. പക്ഷേ അതിൻ്റെ അരപ്പൊക്കെ ഇട്ട് ഉപ്പ് സാധാരണ കപ്പയ്ക്കിടുന്ന അരപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇളക്കിയെടുത്ത് പോയി. അതെന്നിട്ട് വെന്ത് കഴിയുമ്പം അത് നന്നായിട്ട് ഇളക്കി അവിച്ചെടുക്കുന്നതാണ് ഉണക്കപ്പ എന്ന് പറഞ്ഞാൽ. ഉണക്കപ്പ പുഴുക്ക് ഭയങ്കര രസമാണ് കഴിക്കാൻ. അതിൻ്റെ അകത്ത് മീൻകറിയും പച്ച മീൻകറികൾ ഉണക്ക മീൻകറിയും ഒക്കെ കൂട്ടിക്കിടക്കും നമ്മൾ. നല്ല രസമാണ്. പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ ആയിരുന്നെങ്കിൽ മീൻ ചുട്ട് ചതച്ച് കാന്താരിയും തേങ്ങയും കൂടി ഇട്ട് ഉണ്ടാക്കുന്ന ഒരു മീൻ ചമ്മന്തിയായിരുന്നു. ഇപ്പോൾ അത് വറുത്താണ്, നല്ല മീൻ. പണ്ട് നമ്മൾ തെരണ്ടിയായിരുന്നു, ഇപ്പോൾ തുണ്ടമാണ്, ആ വ്യത്യാസമുള്ളൂ. ഇതാണ് എന്തായാലും ഈ കപ്പ എന്നാണ് ഉണക്കപ്പ എന്ന് പറയുന്നത്. ഇത് എത്ര കാലം വെള്ളം ഇരുന്നോളും കേടായി പോകത്തില്ല. നന്നായി ഉണക്കിയെടുത്താണെങ്കിൽ മഴ നനഞ്ഞിട്ടുണ്ട് പോകും, ഒരു കൊല്ലത്തിനും കെട്ടുപോകും, പൂത്തുപോകും, കുത്തിപ്പോകും. പക്ഷേ ഇതിപ്പോൾ 2-3 വർഷം ഇരുന്നാലും ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ നമുക്കിത് എല്ലാ കാലത്തും നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്കിട്ട്, ഞാനിപ്പോൾ രാവിലെ വെള്ളത്തിലിട്ട് വൈകുന്നേരമാണ് ഞാൻ കപ്പ വേവിക്കുന്നത്.